ഇന്നോവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th പ്രിലിംസ് സ്റ്റേജ് 2-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 20ഓളം ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അടുത്ത ഘട്ടം എഴുതുന്നവർക്കൊരു ഉപകാരമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി, E.V. രാമസ്വാമി നയിക്കാർ. E.V. രാമസ്വാമി നയിക്കാർ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തിരുന്നു. വീരേശലിംഗം സ്ഥാപിച്ച സംഘടനയാണ് ഹിതകാരിണി സമാജം. വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു വീരേശലിംഗം. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെ. അടുത്ത ക്വസ്റ്റ്യൻ: സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, തെലുങ്കാന. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആനി ബസന്റ് അല്ല. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റ് ആണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബസന്റ് ആണ്. 1875 അമേരിക്കക്കാരനായ കേണൽ ഒൽക്കോട്ടും റഷ്യക്കാരിയായ മാഡം ബ്ലോഡ്സ്കിയും ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി അമേരിക്കയിലാണ് സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റിയെ ബ്രഹ്മവിദ്യാ സംഘം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? അടയാറായിരുന്നു. ഹിന്ദു മതത്തിൻ്റെയും പാഴ്സി ജൈന മതങ്ങളുടെയും പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തകയായിരുന്നു ആനി ബസന്റ്. 1898 ബനാറസ് സെൻട്രൽ ഹിന്ദു കോളേജ് ആരംഭിച്ചതും ആനി ബസന്റ് ആണ്. ഈ സ്ഥാപനം പിന്നീട് മദൻ മോഹൻ മാളവ്യയ്ക്ക് കൈമാറുകയും മദൻ മോഹൻ മാളവ്യയുടെ ശ്രമഫലമായിട്ട് ബനാറസ് ഹിന്ദു സർവകലാശാലയായി മാറുകയാണ് ചെയ്തിട്ടോ. 1916 മദ്രാസിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. എന്നാൽ പൂനെ കേന്ദ്രമാക്കി ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. അതുപോലെ ആനി ബസന്റിന്റെ ദിനപത്രമായിരുന്നു ന്യൂ ഇന്ത്യ, വാരികയായിരുന്നു കോമൺവീല്. അടുത്ത ക്വസ്റ്റ്യൻ: ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ധോളവീര. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ഈ ധോളവീര സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിലെ തുറമുഖ നഗരമാണ് ലോത്തല്. അത് ഗുജറാത്തിലാണ്. നെൽകൃഷി ചെയ്തിരുന്ന പ്രദേശമായിരുന്നു ലോത്തല്. അതുപോലെ ഏറ്റവും ചെറിയ ഹാരപ്പൻ നഗരമായിരുന്നു ചാൻഹുദാരോ. മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ നഗരമായിരുന്നു ചാൻഹുദാരോ. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം രവി നദീതീരമാണ്. ഹാരപ്പയിൽ ഉത്ഖനനം നടത്തിയത് ദയാറാം സാഹ്നിയായിരുന്നു. പുരോഹിതന്റെ പ്രതിമ ലഭിച്ചിട്ടുള്ളത് മോഹൻജൊദാരോയിൽ നിന്നാണ്. വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ നഗരം എന്ന് കരുതപ്പെടുന്നത് മോഹൻജൊദാരോയാണ്. പാകിസ്ഥാനിലെ ലാർക്കാന ജില്ലയിലാണ് മോഹൻജൊദാരോ. മോഹൻജൊദാരോ ഖനനം നടത്തിയത് R.D. ബാനർജിയാണ്. രാജസ്ഥാനിലാണ് കാലിബംഗനെ. ഒട്ടകത്തിന്റെ ഫോസിലുകൾ കിട്ടിയിട്ടുള്ളത് കാലിബംഗനിൽ നിന്നാണ്. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. തീ പടർന്നതിനെ തുടർന്ന് നശിച്ചുപോയ ഹരപ്പൻ നഗരമാണ് കോട്ദിജി. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ആൻസർ
ഓപ്ഷൻ ഡി നവമഞ്ചരി. അരുൾനൂൽ എഴുതിയത് വൈകുണ്ഠസ്വാമികളാണ്. വേദാധികാര നിരൂപണവും ആദിഭാഷയും ചട്ടമ്പിസ്വാമികളുടെ കൃതികളാണ്. ഗുരുവിൻ്റെ മറ്റ് കൃതികൾ ഏതെല്ലാം എന്ന് നോക്കാം. ആത്മോപദേശ ശതകം, വിനായകാഷ്ടകം, ജനനി നവരത്നമഞ്ജരി, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, ചിഞ്ചട ജിത്തനം, കുണ്ടലിനിപ്പാട്ട്, കാളി നാടകം, ശ്രീകൃഷ്ണ ദർശനം, ദർശനമാല, നിർവൃതി പഞ്ചകം, അദ്വൈത ദീപിക, അറിവ്, ജാതിലക്ഷണം, ശിവശതകം, ജ്ഞാനദർശനം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതേതാണ്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയെന്ന് നോക്കാം. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസമാണ് ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ആയിരുന്നു നിസ്സഹകരണം അദ്ദേഹം പറഞ്ഞിരുന്നത്? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക എന്നിവയെല്ലാമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഗാന്ധിജി നൽകിയ ആശയങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്തിൽ ബഹിഷ്കരിക്കാൻ പറഞ്ഞെങ്കിലും അതിനോട് കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകിയിരുന്നു. അതിനെ തുടർന്നിട്ടായിരുന്നു തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു, ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് തന്നെയാണ് അയിത്തോച്ചാടന പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ തുടങ്ങിയവ. അതുപോലെ തന്നെ നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഇന്ത്യയിൽ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തുന്നതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കുന്നതിന് ഗാന്ധിജിക്ക് കഴിഞ്ഞു. ഇത് ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തുന്നതിനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും മുക്കിലും മൂലയിലും എത്തിക്കുന്നതിനും സഹായിച്ചു. പിന്നെ ചൗരി ചൗര സംഭവത്തോടു കൂടെയാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ സി 2010. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. പ്രളയ സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പോഷക നദികളും അതുപോലെ തന്നെ പ്രധാന നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യും? ഈ നദിയുടെ 2 ഭാഗങ്ങളിലും അതുപോലെ അടിത്തട്ടിലൊക്കെ നിക്ഷേപിക്കപ്പെടും. അങ്ങനെ ഓരോ വർഷവും പ്രളയം ഉണ്ടാകുന്ന സമയത്ത് നദി കരകവിഞ്ഞൊഴുകുമ്പോൾ ധാരാളം പുതു എക്കൽ മണ്ണും അതുപോലെ തന്നെ അവസാദങ്ങളും എന്ത് ചെയ്യും? ഇരു കരകളിലുമായിട്ട് നിക്ഷേപിക്കപ്പെടും. ഇങ്ങനെ പ്രളയം കഴിഞ്ഞിട്ട് വെള്ളം പോകുമ്പോൾ ഈ അവശിഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ തന്നെ നിക്ഷേപിക്കപ്പെടും. അതൊരു സമതലമായിട്ട് നിൽക്കും. അതാണ് പ്രളയ സമതലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്കൽ കോണുകൾ നദിയുടെ മധ്യഘട്ടത്തിലുണ്ടാവുന്ന ഭൂരൂപമാണത്. അതായത് നദി പർവ്വതനിരയിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് പർവ്വത സമതലങ്ങളിൽ നിന്ന് ധാരാളം കാതന വസ്തുക്കൾ എന്ത് ചെയ്യും? താഴെ നിക്ഷേപിക്കപ്പെടും. ഇത് നിക്ഷേപിച്ച് കാലക്രമേണ ഒരു കോണ് പോലെയാകും. ഇതാണ് എക്കൽ കോണുകൾ എന്നറിയപ്പെടുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ആൻസർ ഓപ്ഷൻ എ കസാൻ, റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പ്രായപരിധിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ആൻസർ ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ എ ശരിയായ ജോഡിയാണ് നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിതമായിട്ടുള്ളത് 1966 അതിൻ്റെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനില. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായത്. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ് താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ് പെടാത്തത്. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തൂഫത്തുൽ മുവാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നിവ രാജാറാം മോഹൻ റോയിയുടെ രചനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2, 3. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 2, 4. ബക്രാനങ്കൽ സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. കൃഷ്ണ നദിയിൽ അൽമാട്ടി ഡാമാണ്. തെഹിരി ഭഗീരഥി നദിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്. ആൻസർ ഓപ്ഷൻ സി കരീവ. അടുത്ത ക്വസ്റ്റ്യൻ, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ആൻസർ ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അബ്ദുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 വിദ്യാഭ്യാസ ദിനമായി
ആചരിക്കുന്നു. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ്.